പള്ളിത്തർക്കത്തിൽ ചർച്ച് ബില്ല് കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ തുറന്ന പോരിന് ഓർത്തഡോക്സ് സഭ. ബില്ലിനെതിരെ ശക്തമായി പോരാടുമെന്ന് സഭാധ്യക്ഷൻ പറഞ്ഞതോടെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉറപ്പായി. കോടതി വിധി നടപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തതോടെ കാര്യങ്ങൾ ഏറ്റുമുട്ടലിലേക്ക് കടക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തന്നെ ഓർത്തഡോക്സ് സഭ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. സഭയുടെ പരമാധ്യക്ഷനായ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ചർച്ച് ബില്ലല്ല, എന്തു വന്നാലും അതിനെയെല്ലാം എതിർക്കും, അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയിൽ ഈ ഒരു കോടതി വിധി, പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പകരം ചില പോംവഴികളുമായി സർക്കാർ ആലോചന, ചർച്ച് ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്ന് അതിനെ മറികടക്കാനുള്ള, സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടെയാണ് ഈ ഹൈക്കോടതിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായത്. ഫലത്തിൽ ഈ വിധി നടപ്പാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് തൊട്ട് ഇടെയാണ് ഈ ബില്ലിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നത്. എന്തായാലും ഈ തൊട്ടു മുൻപുണ്ടായിരുന്ന ബസേലിയോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ കാര്യങ്ങളൊക്കെ, അദ്ദേഹം നടത്തിയ പോരാട്ടമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓർത്തഡോക്സ് സഭ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നേരത്തെയും യാക്കോബായ സഭ സർക്കാരിന് അനുകൂലമായി നിന്നിരുന്നു. ഫലത്തിൽ അവർക്കൊരു സഹായം എന്ന നിലയിലാണ് ചർച്ച് ബില്ല് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തിയത്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ എത്തിയിരുന്നില്ല. എന്തായാലും ഇതൊരു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം നിയമം നടപ്പാക്കാൻ ഫലത്തിലൊരു വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നതിനിടെ സർക്കാരും അതിനെ വഴിപ്പെട്ടേക്കും എന്നുള്ള സൂചനകൾ കണ്ടതോടുകൂടിയാണ് ഈ ഒരു വീണ്ടും ഒരു തന്ത്രവുമായി, അതായത് വീണ്ടും ഒരു നേരിട്ട് തന്നെ ഒരു ഏറ്റുമുട്ടൽ, അത് സർക്കാരിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടലിന് ഓർത്തഡോക്സ് സഭ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തിയ ശേഷം കൂടിയായിരിക്കും ഓർത്തഡോക്സ് സഭയുടെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുളിക്കുന്നതിന്